Namaste. Those who are new here, I'm Dr. Susan Kaur, the life psychologist and transformation coach. ഇന്നത്തെ നമ്മുടെ എൻ പി ഡിയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്ലൈയിങ് മങ്കീസും എൻ പി ഡിയും തമ്മിലുള്ള ഡൈനാമിക്സ് ആണ്. അപ്പോൾ ആരാണ് ഫ്ലൈയിങ് മങ്കി, വാട്ട് ദിസ് ഫ്ലൈയിങ് മങ്കീസ് ഡു, എങ്ങനെയാണ് അവരത് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഒരു നാർസിസിസ്റ്റ് ഫ്ലൈയിങ് മങ്കിയെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഫ്ലൈയിങ് മങ്കീസ് അവരുടെ ആ ജോലി അങ്ങനെ ചെയ്യുന്നത്, after the use what happens to flying monkeys and how to protect, അവർ നമ്മളെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഡൈവ് ഇൻ. അപ്പോൾ ആരാണ് ഫ്ലൈയിങ് മങ്കി? അവർ നാർസിസിസ്റ്റിന്റെ ഏജന്റുകളാണ്. പക്ഷെ എങ്ങനെയാണ് ഈ ടേം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മൂവി ഉണ്ടായിരുന്നു, ദ വിസാർഡ് ഓഫ് ദ ഓസ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതിൽ നിന്ന് നമ്മളുടെ ഈ വളരെ അബ്യൂസീവ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ പറയുന്നത് പോലെ ആ ഡേർട്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മങ്കീസ് ഉണ്ട്. അപ്പോൾ അവർ ഫ്ലൈ ചെയ്യുന്ന മങ്കീസ് ആയിരുന്നു. അത് അബ്യൂസേഴ്സിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ പേര് വന്നത്. അപ്പോൾ ഇവർ എപ്പോഴും ഡേർട്ടി വർക്ക് ദേ ഡു ഫോർ ദി അബ്യൂസർ. എന്താണ് അവർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ എന്തൊക്കെ കാര്യങ്ങളുണ്ടായും എങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയാലും ഇനിയിപ്പം ഈ നാർസിസിസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അബ്യൂസർ എന്ന് പറയുന്ന ആളുകൾ ഏത് സിറ്റുവേഷനിലാണെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ഇപ്പം സിറ്റുവേഷൻ മസ്റ്റ് ഹാവ് ചേഞ്ച്, സൊസൈറ്റി മസ്റ്റ് ഹാവ് ചേഞ്ച്, കൾച്ചർ മസ്റ്റ് ഹാവ് ചേഞ്ച്ഡ്. നമുക്കറിയാം നമ്മുടെ ടൈം, സ്പേസ് എല്ലാം ചേഞ്ച് ആയെന്ന് പറഞ്ഞാൽ പോലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വളരെ ലോയലായിട്ടുള്ള ആ നാർസിസിസ്റ്റിലെ അബ്യൂസർക്ക് വേണ്ടിയിട്ട് അവരുടെ ജോലി ചെയ്യുന്നവരായിരിക്കും. ഇത് നമ്മൾ നേരത്തെ വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ gaslight and manipulate you on the behalf of the narcissist. അപ്പോൾ എന്തുകൊണ്ടാണ് നാർസിസിസ്റ്റ് അല്ല ഇത് ചെയ്യുന്നത്? നാർസിസിസ്റ്റ് വളരെ നല്ല മനുഷ്യനാണ്, അല്ലെങ്കിൽ ആ അബ്യൂസർ വളരെ നല്ല മനുഷ്യരാണ്. പക്ഷെ ആരാണ് ഇത് ചെയ്യുന്നത്? അവരുടെ ഏജൻസ് ആയിട്ടുള്ള ഈ ഫ്ലൈയിങ് മങ്കി എന്ന് പറയുന്നതാണ് അവർ ചെയ്യുന്നത്. അവർ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അത് ഡിസ്മസ് ചെയ്യും, ട്രിവലൈസ് യുവർ ഫീലിംഗ്. നമ്മുടെ ഫീലിങ്സിനെ എല്ലാം അവർ നിസ്സാരവൽക്കരിക്കും. നമ്മൾ പറയുന്ന എന്ത് ആർഗ്യുമെന്റ്സിനെ അവർ ഖണ്ഡിച്ച് മറ്റേ ആൾ വളരെ നല്ല മനുഷ്യനാണെന്നും അയാളുടെ കൂടെയാണ് നമുക്ക് ഏറ്റവും സ്വർഗവും എന്നുള്ള രീതിയിലാണ് നമ്മളെ കാണിക്കുക, അല്ലെങ്കിൽ അവരെ ന്യായീകരിക്കും ഭയങ്കരമായിട്ട്. അപ്പം അവർ മെയിനായിട്ട് ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ഹാവ് യു ബാക്ക് വിത്ത് നാർസിസ്. നമ്മളെ നാർസിസിന്റെ അടുത്തേക്ക് വീണ്ടും നമ്മളെ കൊണ്ടുപോകാനായിട്ടാണ്. നമ്മൾ കുറച്ച് അകന്നു കഴിഞ്ഞാലാണ് ഫ്ലൈയിങ് മങ്കീസ് വരിക. നമ്മൾ എസ്കേപ്പ് ചെയ്യുന്നു, അല്ലെ നമുക്ക് കുറച്ച് വ്യത്യാസം വരുന്നു, എവിടെയെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, യു മേ എസ്കേപ്പ് എന്നൊക്കെ വരുമ്പോഴാണ് ഫ്ലൈയിങ് മങ്കീസ് വരിക. അപ്പോൾ ഇതൊന്നും അവർക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ സ്പ്രെഡ് ഗോസിപ്പ് ആൻഡ് റൂമേഴ്സ് അബൌട്ട് യു. അപ്പം അത് നാർസിസിസ്റ്റിന്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. അപ്പോൾ നാർസിസിനെ എപ്പോഴും പ്ലീസ് ചെയ്ത് നിർത്തണം, അല്ലെങ്കിൽ ആ ഒരു പെഡസ്റ്റലിൽ നിർത്താൻ വേണ്ടിയിട്ട് അത് നമ്മുടെ കുഴപ്പമാണെന്നും പറഞ്ഞാണ് നിൽക്കുക. അതുപോലെ തന്നെ അവർ നമ്മളെ പറ്റിയുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമ്മുടെ നാർസിസിസ്റ്റിന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് ദ നാർസിസിസ്റ്റ് ഗെറ്റ് always help from the flying monkeys to catch you at any time. നമ്മളിപ്പോൾ അഥവാ നമ്മൾ മാറിപ്പോയാൽ പോലും ഈ ഫ്ലൈയിങ് മങ്കീസിനെ യൂസ് ചെയ്യുക എന്തിനാണ്? ഈ ഇൻഫർമേഷൻ പ്രൊവൈഡേഴ്സ് ആയിട്ട് അവർക്ക് ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുന്നതായിട്ട് അങ്ങനെ ചെയ്യും. ഈ എൻ പി ഡീസ് അല്ലെങ്കിൽ ഈ നാർസിസിസ്റ്റുകൾ എങ്ങനെയാണ് ഈ ഫ്ലൈയിങ് മങ്കീസിനെ ഉണ്ടാക്കുന്നത്? നമ്മൾ ഡൈനാമിക്സ് ആണല്ലോ നോക്കുന്നത്. അപ്പോൾ ആദ്യം ഇവരെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫോർമേഷൻ സ്റ്റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇവരെ പ്രിപ്പയർ ചെയ്യുന്നൊരിതുണ്ട്. അപ്പോൾ ഫ്ലൈയിങ് മങ്കീസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഒരു ഫ്ലൂയിഡ് നേച്ചർ ഉള്ളവരായിരിക്കും. അവർക്ക് പ്രത്യേകമായിട്ട് അവരുടേതായ ഒരു പേഴ്സണാലിറ്റി മിക്കവാറും കാണാൻ സാധ്യതയില്ല. അവരുടെ ക്യാരക്ടറൊക്കെ ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. ഒരു ഫ്ലൂയിഡ് പോലെയാണ്. അത് ഏത് പാത്രത്തിൽ ഇടുന്നു അതിൻ്റെ ഷേപ്പ് ആകുമെന്ന് പറഞ്ഞതുപോലെ ഓൾമോസ്റ്റ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉള്ളവരായിരിക്കും മോസ്റ്റ് ഓഫ് ദ ഫ്ലൈയിങ് മങ്കീസ്. അവർ അല്ലാത്തവരെ വളരെ ഡിഫിക്കൽട്ടാണ് നാർസിസിസ്റ്റിന് ഫ്ലൈയിങ് മങ്കി ആക്കി മാറ്റിയെടുക്കാനായിട്ട്. കാരണം നാർസിസിസ്റ്റ് അവരെ മാനിപ്പുലേറ്റ് ചെയ്യുകയും ട്രെയിൻ ചെയ്യുകയും ചെയ്യും. എന്തിനാണ്? അവരുടെ വിക്ടിമിനെ ഗ്യാസ് ലൈറ്റ് ചെയ്യാനും ഗിൽറ്റ് ട്രിപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് അവരെ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സോ അങ്ങനെയുള്ള ഒരു പെട്ടെന്ന് ഈസിലി ബിലീവ് ചെയ്യുന്ന, അല്ല ഇവരോട് വിധേയത്വം കാണിക്കുന്ന ഒരു പേഴ്സണാലിറ്റി തന്നെ വേണം അവിടെ. അതുപോലെ അവർ ട്രെയിൻ ചെയ്യിക്കും എങ്ങനെ ഗോസിപ്പുകൾ സ്പ്രെഡ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ ഐസൊലേറ്റ് ചെയ്യണം. സ്മിയർ ക്യാമ്പയിൻസ് എല്ലാത്തിനെയും അതെങ്ങനെ നടത്തണം, എല്ലാ കാര്യത്തിലും നാർസിസിസ്റ്റ് ഇവരെ ട്രെയിനിങ് കൊടുക്കും. അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ എൻ പി ഡിക്കും ഫ്ലൈയിങ് മങ്കീസിനും അവരെന്തുകൊണ്ടത് രണ്ടുപേരും എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നാർസിസിസ്റ്റ് എന്ന് പറയുന്ന ആള് അവർക്ക് കൺട്രോള് അവരുടെ എല്ലാ വിക്ടിംസിൻ്റെ മേളും സിറ്റുവേഷൻസ് മേളും ഉണ്ടാകാൻ വേണ്ടിയിട്ടും അവരൊരു പവർഫുൾ ബീയിങ് ആണ്, എനിക്ക് ഇത്രയും സൈന്യമുണ്ട് എന്നുള്ള രീതിയിലാണ്. ഇത്രയും പേരുണ്ട് എനിക്ക് വേണ്ടി സംസാരിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി ആരുണ്ട്? മിക്കവാറും വിക്ടിംസ് പറയും എനിക്ക് വേണ്ടി സംസാരിക്കാനോ പറയാനോ ആരുമില്ല, ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു ബ്രദറോ, അങ്ങനെ അങ്ങനെയുള്ള. ഞാൻ എൻ്റെ ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ചിലരൊക്കെ ഇങ്ങനെ പറയുന്നത് ആകെ എനിക്കുണ്ടായിരുന്ന എൻ്റെ ഒരു ബ്രദറാണ്, പിന്നെ ഞാൻ മാമൻ്റെ അടുത്താണ് വന്നത് എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയിലാണ് മിക്കവാറും വിക്ടിംസ് ഉണ്ടാകുക. പക്ഷെ അതേ സമയത്ത് നോക്കൂ, ഐ എം സോ പവർഫുൾ, സോ മെനി സൈന്യം ഇസ് അറൗണ്ട് മീ എന്നുള്ളതാണ് ഒരു നാർസിസിസ്റ്റ് അല്ലെങ്കിൽ ഒരു അബ്യൂസർക്ക് ഫീൽ ചെയ്യുക. അവർക്കാണെങ്കിൽ നാർസിസിന് അവരുടെ ഫോൾസ് പേഴ്സോണെ എപ്പോഴും കീപ്പ് ചെയ്യണം. ഞാൻ നല്ല മനുഷ്യരാണ്, പക്ഷേ ആ നല്ല മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും വിക്ടിമിനെ അയാളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ട് വരുന്നത് ഫ്ലൈങ് മങ്കീസ് ആണ്. ഞാനായിട്ട് ആരോടും ഒന്നും പറയാറില്ല, എടുക്കാറില്ല, ഞാൻ വളരെ നല്ല മാന്യനായിട്ട് ഇവിടെ നിൽക്കും എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ഇനി അഥവാ ഞാൻ എന്തെങ്കിലും ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് വിക്ടിം എന്തെങ്കിലും തുറന്ന് പറയുകയാണെങ്കിൽ ഈ ഫ്ലൈങ് മങ്കീസ് എല്ലാം കൂടെ അങ്ങനെ അല്ല, നിന്റെ തെറ്റിദ്ധാരണയാണ്, ഞങ്ങൾ ഇത്രയും പേരുണ്ട്, ഞങ്ങൾ പറയുകയാണ് അതിങ്ങനെ സംഭവിച്ചതാണ്, അങ്ങനെ സംഭവിച്ചതാണെന്നും പറഞ്ഞ് നമ്മളെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കും. അതുപോലെ തന്നെ അവർ ഫ്ലൈങ് മങ്കീസിനെ ഇറക്കുന്നത് അവരുടെ ആക്ഷൻസിൻ്റെ കോൺസിക്വൻസസിനെ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്നുണ്ടാകുന്ന എന്ത് കോൺസിക്വൻസും, ബിക്കോസ് ഇറ്റ് ഈസ് ഫ്ലൈങ് മങ്കി ഹൂ ഈസ് ഡൂയിങ് ഇറ്റ്, റൈറ്റ്? അപ്പം നമ്മൾ നോക്കും എന്തുകൊണ്ടാണ് ഫ്ലൈങ് മങ്കീസ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പിന്നെ നമ്മൾ നോക്കുക. ഫ്ലൈങ് മങ്കീസ് ഇങ്ങനെ ചെയ്യുന്നതിന് കുറച്ച് റീസൺസേ ഉള്ളൂ. ഒന്ന്, അത് അവരുടെ സർവൈവലാണ്. അതായത് അവർക്ക് ജീവിക്കണമെങ്കിൽ ഇതുപോലുള്ള ഈ അബ്യൂസറുടെ ചില ഹെൽപ്പുകളൊക്കെ ആവശ്യമായിട്ട് വരുമായിരിക്കും. അവർ തന്നെ ബിലീവ് ചെയ്യാണ്, അവർ എത്ര കോൺഫിഡൻറ്റും അത്ര സെൽഫ് എസ്റ്റീമും അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കത്തില്ല. അപ്പം വളരെ വീക്കായിട്ടുള്ള ആളുകളായിരിക്കും മോസ്റ്റ്ലി ഫ്ലൈങ് മങ്കീസ്. അപ്പോൾ അവിടെ അവരുടെ സർവൈവൽ വേണമെങ്കിൽ, അവർക്ക് ജീവിക്കണമെങ്കിൽ ഈ വിക്ടിമൈസറുടെ ഒരു ഹെൽപ്പ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അവരുടെ സർവൈവലിന് വേണ്ടിയിട്ടായിരിക്കും. അതുപോലെ തന്നെ അവർ കോഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഇവരിൽ നിന്ന് എടുക്കുന്ന കുറേ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ആ കോഡിപ്പെൻഡൻസിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ട വരുമായിരിക്കാം. അതുപോലെ തന്നെ അവർ പലപ്പോഴും കണ്ണ് കെട്ടപ്പെട്ടിട്ടുള്ളവരാണ്. ദേ ആർ ബ്ലൈൻഡഡ് ആൻഡ് മാനിപ്പുലേറ്റഡ്. അവരും ബ്ലൈൻഡഡും മാനിപ്പുലേറ്റഡുമാണ് ഈ ഫ്ലൈങ് മങ്കീസ് ബൈ ദ വിക്ടിമൈസർ. അല്ലെങ്കിൽ ഈ അബ്യൂസർ അവരെ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ പറയത്തില്ല അന്ധനെ വഴി കാണിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞതുപോലെ ഇവരെല്ലാം അന്ധരായിട്ടുള്ളവരാണ്. അവർക്ക് ആരാണോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, അവരെ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത്, അതനുസരിച്ച് പോകുന്നവരാണിത്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കും ഈ ഫ്ലൈങ് മങ്കീസ് ആയവരുടെ ഗതി എന്താണ്. അപ്പോൾ ആ ഡൈനാമിക്സിൽ, ഈ നാർസിസിസ്റ്റ് ആൻഡ് ഫ്ലൈങ് മങ്കി ഡൈനാമിക്സിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു പ്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു യൂസ് ആൻഡ് ത്രോ റിലേഷൻഷിപ്പാണ്. അതായത് നാർസിസിസ്റ്റ് അവരെ യൂസ് ചെയ്യുകയും അവർക്ക് ആവശ്യമില്ലാതെ വരുമ്പോൾ ത്രോ ചെയ്യുകയും ചെയ്യുന്ന, വീണ്ടും അവരെ വേണമെങ്കിൽ അവർ യൂസ് ചെയ്യാം, ത്രോ ചെയ്യാം. ഇത് ഫ്ലൈങ് മങ്കീസ് ആണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കാർഡ് ചെയ്യും ഈ ഫ്ലൈങ് മങ്കീസിനെ. ഫ്ലൈങ് മങ്കീസ് വിൽ ബി ഡിസ്കാർഡഡ് കംപ്ലീറ്റ്ലി ബൈ ദ നാർസിസിസ്റ്റ്. അവർക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അവരെ വിട്ടുകളയും അവർ. ഇനി ഏറ്റവും നമ്മൾ നോക്കേണ്ട കാര്യം, ഡൈനാമിക്സ് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇഫ് നാർസിസിസ്റ്റ് കോട്ട് ബൈ ഇത് വിക്ടിമോ വിക്ടിംസിൻ്റെ ഫാമിലി എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇവർ കോട്ട് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഇനി കുറച്ച് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള, കുറച്ച് ട്രെട്രാഡ് രീതിയിലുള്ള അല്ലെങ്കിൽ ട്രാഡ് രീതിയിലുള്ള ഡാർക്ക് എംപാത്തിക് ആയിട്ടുള്ള ആളുകളാണ്, ലീഗൽ സിസ്റ്റവുമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഇവരെ ലീഗലി ഇവരെ പിടിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഈ ഫ്ലൈങ് മങ്കീസ് രണ്ട് രീതിയിലാണ് അവർ പ്രവർത്തിക്കുക. ഒന്ന് എന്ന് പറയുന്നത് അവർ ഗ്യാദർ അറൗണ്ട്, നമ്മളിങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ നിന്നിട്ട് പല കാര്യങ്ങളും ന്യായീകരണ പ്രസംഗങ്ങൾ നടത്തുന്നു, പ്രസ്താവനകൾ നടത്തുന്നു. അതുപോലെ തന്നെ അവരെവിടെയാണോ പോയിരിക്കുന്നതിന് ഈ വിക്ടിമൈസറെ പിടിച്ചുകൊണ്ട് പോയിരുത്തുന്ന കുറച്ചൊന്ന് ഗ്യാദർ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണാൻ പറ്റും. അതുപോലെ തന്നെ പക്ഷെ സംഗതി സീരിയസ് ആണ്, ചിലപ്പോൾ നമ്മളിലേക്ക് നീളുമെന്ന് പറഞ്ഞാൽ ഇതുങ്ങൾ ഫ്ലൈ അവേ, എങ്ങോട്ട് പറന്നു പോയെന്ന് പറയാൻ പറ്റൂല. കംപ്ലീറ്റ്ലി ഫ്ലൈ അവേ ഫ്രം ദ സിറ്റുവേഷൻ. അങ്ങനെയാണ്. ഇനി ഇങ്ങനെയുള്ള മനുഷ്യരിൽ നിന്ന് നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ എന്നെ ഒരു നാർസിസിസ്റ്റ് അബ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എവിടെന്തെങ്കിലും എനിക്കൊരു അബ്യൂസ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ്സും അതിൻ്റെ അഫക്റ്റും ഇഫക്റ്റും ആഫ്റ്റർ ഇഫക്റ്റും എല്ലാം അനുഭവിക്കുന്ന ആൾ നിങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങളത് അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ഇത് ഞാൻ അനുഭവിച്ച കാര്യമാണ്, എനിക്കാണ് ഇതിനെപ്പറ്റി കാര്യമായിട്ട് അറിയാവുന്നത്. ഇനി ആരൊക്കെ വന്ന് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ എന്തിനാണ് ഞാൻ അനുഭവിച്ചതും എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യത്തെ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നല്ല ഡിസിഷൻ മേക്കേഴ്സ് ആയിരിക്കണം, നമ്മുടെ ഫാക്ട്സുകളെല്ലാം കറക്റ്റ് ആയിരിക്കണം.
അതുപോലെ തന്നെ ഇവരെ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, ഈ പേഴ്സൺ ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല, ഞാൻ പറയുന്ന എല്ലാം ഡിസ്മിസ് ചെയ്യാണ്, എൻ്റെ ഫീലിങ്സിനെ എല്ലാം അയാൾ ഇഗ്നോർ ചെയ്യാണ്. അയാൾക്ക് ആകെ പറയാനുള്ളത് മറ്റേയാൾ എത്ര നല്ലതാണ്, അയാൾ എന്തുകൊണ്ടൊരു കാര്യം ചെയ്തു. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ദിസ് പേഴ്സൺ ഇസ് നോട്ട് ഫോർ മീ. എനിക്ക് അഗെയിൻസ്റ്റ് അല്ലാത്ത ഒരാളെ ഞാൻ പറയും ഓക്കെ, ഹീ ഈസ് ഫോർ ആയാലും അല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വേറൊരാളെ പറ്റി പറയുന്ന ഒരാൾ തീർച്ചയായിട്ടും എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതിന് എൻ്റെ എത്ര നല്ല അടുത്ത ആളാണെങ്കിലും എനിക്ക് അഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഫ്ലൈങ് മങ്കീസിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല സ്ട്രേറ്റ് ബൗണ്ടറീസും നല്ലപോലെ നോ പറയാനും നമുക്ക് അറിയാതിരിക്കണം. അപ്പോൾ നല്ല നല്ല ബൗണ്ടറി. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മണരേഖ, ഞാൻ ഇതിൻ്റെ അപ്പുറത്തേക്ക് വരില്ല എന്നുള്ളതും അതിൻ്റെ അവിടുന്ന് എൻ്റെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കയറാൻ ഇത്ര മാത്രമേ ഉള്ളൂ എന്നുള്ളതുമായിട്ടുള്ളൊരു ബൗണ്ടറീസിനെ ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നമുക്ക് തീരെ നിവൃത്തിയിൽ ഇവർ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, അങ്ങനെ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ, നമുക്ക് രണ്ട് പേരുമായിട്ടും, അതായത് നമ്മുടെ വിക്ടിമുമായിട്ടും നമ്മുടെ നാർസിസിസ്റ്റുമായിട്ടും അല്ലെ അബ്യൂസറായിട്ടും തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കോണ്ടാക്റ്റും കട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളിങ്ങനെ ഒരു അമ്മിക്കല്ല് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. നിങ്ങൾക്ക് കുറേ ടെക്നിക്സ് ഉണ്ട്, നമ്മൾ പല പല വീഡിയോസിലായി പറയുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ഫ്ലൈങ് മങ്കീസിനെ കൂടുതൽ നമ്മുടെ അടുത്തേക്ക് അടുപ്പിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബിക്കോസ് എന്താണെന്നറിയാമോ, നമ്മുടെ ബ്രെയിനിനൊരു കുഴപ്പമുണ്ട്. നമ്മൾ ഈ ലേണിംഗ് പാത്വേസ് ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മുടെ ന്യൂറൽ പാത്വേസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടൊരു ഇൻഫർമേഷൻ കേട്ട് കഴിഞ്ഞാൽ അതിനെ സ്ട്രോങ് ആയിട്ട് നിർത്താനായിട്ട് നോക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ തലയ്ക്കകത്തേക്ക് കൂടുതൽ ഇവരുടെ ഈ ഫ്ലൈങ് മങ്കീസിൻ്റെ അബ്യൂസറെ പ്രേസ് ചെയ്യുന്ന അബ്യൂസറിലേക്ക് ചായ്വുള്ള ഇൻഫർമേഷൻ അധികം നമ്മൾ കേൾക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ എപ്പോഴും നോക്കുന്നത് എങ്ങനെയാണ്, നെവർ ഗിവ് അബ്യൂസ്, നെവർ ടേക്ക് അബ്യൂസ്, നെവർ സെൽഫ് അബ്യൂസ് എന്നല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അബ്യൂസ് ഫ്രീ ആയിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.